ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയും അലീനയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണല്ലോ. അങ്ങനെ രേവതിയോട് കഥകളെല്ലാം A to Z വരെ നമ്മുടെ അലീന പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പൊന്ന് അലീന ചേച്ചി, ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. അപ്പൊ അലീന ചേച്ചിയുടെ അച്ഛനെ കിട്ടിയല്ലേ? അല്ല, ചേച്ചിക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സുഖമാണോ എന്ന് ചോദിച്ചാല് എങ്ങനെയൊക്കെയോ രാത്രിയായിട്ട് നേരം എങ്ങനെയൊക്കെയോ വെളുത്തു എന്ന് പറയാം. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല മോളെ എന്ന് പറഞ്ഞപ്പം, അയ്യോ, ഏതായാലും ചേച്ചി എത്തപ്പെട്ടിരിക്കുന്നത് ചേച്ചിക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തല്ലേ. ഇനിയിപ്പം ആ കേണൽ സ്റ്റാൻലിയുടെ പെണ്ണും പിള്ളയും മക്കളും ഒക്കെ ഇവിടെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ, എന്തായിത്തീരുന്നൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ ഏതായാലും അവരിവിടെ താമസിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ സ്റ്റാൻലി ജോസഫ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി, എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ, എനിക്ക് തിടുക്കമായി ഇവിടെ ഉള്ളവരോട് ഇതൊക്കെ പറയാനായിട്ട്. എന്നാ ചെന്ന് നീ കഥ തുടങ്ങിക്കോ, ഞാൻ ഫോൺ കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ അലീന ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും നമ്മുടെ രേവതി മാമച്ചോ ഗ്രേസി ആന്റിയെ എന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് ഓട്ടം. അപ്പൊ ചോദിച്ചു, എന്താടി പെണ്ണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവര് TV എങ്ങാണ്ട് കണ്ടോണ്ടിരിക്കായിരുന്നേ. അപ്പൊ എന്താടി പെണ്ണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതേ, അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞതേ, അത് നിങ്ങളോട് പറയാനേ എനിക്ക് തിടുക്കമായി. അല്ല, അലീന പാലയിലല്ലേ ഉള്ളത്? ഏയ്, പാലയിലല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അലീന ചേച്ചി പോയിന്ന്. അലീന ചേച്ചി ഇപ്പൊ കൊളുത്തുപുഴയിലാ ഉള്ളത്. കൊളുത്തുപുഴ? അതെവിടെയാ? ഈ കൊല്ലത്താന്നേ ഈ കൊളുത്തുപുഴയില് അലീന ചേച്ചി ആരുടെ അടുത്താണെന്ന് അറിയണ്ടേ? കൊളുത്തുപുഴയില് എവിടെയാ, എന്ത് ജോലിയാ എന്ന് മാമച്ചൻ ചോദിച്ചപ്പം, ഇത് ഞാനൊരു കഥ രൂപേണ പറയാം, ഇതൊരു ഒന്നൊന്നര കഥയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറഞ്ഞു, കഥ മാത്രമാക്കണ്ട, നീ ഒരു കഥാപ്രസംഗം തന്നെ പറഞ്ഞോളാം. അപ്പൊ പറഞ്ഞു, കഥാപ്രസംഗം പറഞ്ഞ പാട്ട് വേണ്ടേ? അപ്പൊ ഞാൻ കഥയായിട്ട് പറയാം, കഥാപ്രസംഗം ഒന്നും ഇല്ല കേട്ടോ. 10-23 വർഷം മുമ്പേ ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതും ഒരു പട്ടാളക്കാരൻ. അപ്പൊ പട്ടാളക്കാരന്റെ കഥയാണോ ഇത് എന്ന് നമ്മുടെ മാമച്ചൻ ചോദിച്ചപ്പം, അതെ അതെ, ഇതൊരു പട്ടാളക്കാരന്റെ കഥ തന്നെയാ. അങ്ങനെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ ഒരു 10-23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ചൊരു പെണ്ണിനെ അങ്ങോട്ട് പ്രേമിച്ചു. അപ്പൊ നമ്മുടെ മാമച്ചൻ ചോദിച്ചു, പ്രേമിക്കാനോ? അതിനെവിടുന്ന പ്രേമിക്കാനൊക്കെ സമയം? ഇടി, പട്ടാളക്കാർക്ക് എവിടെ നിന്ന് പ്രേമിക്കാൻ സമയം? ആ അയാളുടെ പ്രേമം അസ്ഥിക്ക് പിടിച്ചതായിരുന്നേ. അയാള് സമയം കണ്ടെത്തി അങ്ങോട്ട് പ്രേമിച്ചങ്ങോട്ട് ഇരുന്ന്. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തരം നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. എന്നിട്ട് കേക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്രേസി പറഞ്ഞു, അല്ല, ഈ സ്റ്റാൻലി ജോസഫ് പ്രേമിച്ചയാള് വൈജയന്തിയാണോ എന്ന്. അപ്പം പറഞ്ഞു, കറക്റ്റ് ആൻസർ, അതെ, 10 പോയിന്റ് ഗ്രേസി ആന്റിക്ക് കിട്ടിയിരിക്കുന്നു. എന്നാ പിന്നെ ബാക്കി കഥ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അലീന വിളിക്കാൻ കേട്ടോ രേവതിക്കുട്ടീനെ. അങ്ങനെ അലീന വിളിക്കുന്നത് കണ്ടോ, അലീന ചേച്ചിയെ വിളിക്കുന്നത്, എന്താന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഫോൺ എടുത്തിട്ട് എന്താ അലീന ചേച്ചി എന്ന് ചോദിച്ചപ്പോ, അതെ, നീ കഥയൊക്കെ എല്ലാരോടും പറയുന്നത് കൊള്ളാം, കഥ പറയുമ്പോഴത്തേക്കും ആരോടും പേരും വിവരങ്ങളും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പേരും വിവരങ്ങളും എന്താ പറയണ്ടാത്തത്? അല്ല, സ്റ്റാൻലി ജോസഫ് എന്ന് പറയണ്ട, പപ്പയുടെ പേര് വേറെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് പേര് മാറ്റി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ, അതെങ്ങനെ ശരിയാകും? അത് പിന്നെ അലീന ചേച്ചി, ഞാനിവിടെ ഇവരോട് കഥയും പേരൊക്കെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആരോട്? അത് അങ്കിളിനോടും ആന്റിയോടും. ഏയ്, അത് കുഴപ്പമില്ല മോളെ, അങ്കിളും ആന്റി അറിഞ്ഞെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവര് പ്രശ്നക്കാരൊന്നും അല്ലല്ലോ, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ, അല്ലെങ്കിലും എനിക്ക് അവരെ വിശ്വാസമാന്ന് പറഞ്ഞു. ആണോ? എന്നാലേ ഞാനിവിടെ കഥ പറഞ്ഞു തുടങ്ങിയായിരുന്നു, തീർന്നിട്ടില്ല. ഞാനേ എന്നാ പിന്നെ ഗ്രേസി ആന്റിയുടെ കയ്യിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രേസി ഫോൺ മേടിച്ചിട്ട്, ഹലോ, എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വിശേഷമൊക്കെ എന്താന്ന് ചോദിച്ചപ്പോ, ഇവിടെ വിശേഷമൊന്നുമില്ല, ഞാനിപ്പം കൊളുത്തുപുഴയിലാ ഉള്ളതെന്ന് പറഞ്ഞപ്പോ, കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു, പകുതി വരെ കഥയായിട്ടുള്ളെന്ന് പറഞ്ഞു. അല്ല, ആന്റിക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗ്രേസി പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ സുഖം തന്നെയാണെന്ന് പറഞ്ഞപ്പം, അല്ല, നീ എങ്ങനെയാ ഈ സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് എത്തിയത്? അത് പിന്നെ എന്റെ അച്ഛൻ തേടി 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 കണ്ടുപിടിച്ച് തന്നതാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നത് എന്റെ പപ്പാനെ എന്ന് പറഞ്ഞപ്പോ, ഏതായാലും കൊള്ളാലോ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മോളെ. ഏതായാലും നന്നായി, നീ എത്തേണ്ടടുത്ത് തന്നെ എത്തിപ്പെട്ടല്ലോ, നീ നിന്റെ പപ്പയുടെ കൈകളിൽ എത്തിപ്പെട്ടല്ലോ. ഏതായാലും മോള് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കണം, എല്ലാം നല്ലതിന് വേണ്ടി മാത്രം അത് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ ശരി ആന്റി, വെച്ചേരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുട്ടി പിന്നെയും കഥ അങ്ങോട്ട് തുടങ്ങാണ്. അല്ല, നിങ്ങക്ക് കഥ കേൾക്കണ്ടേ? പറ. കഥ ഞാൻ പറയാം കേട്ടോ.
അപ്പൊ നമ്മുടെ മാമച്ചൻ പറഞ്ഞു, ഇനി എന്തിനാ കഥ പറയേണ്ടത്, ഞങ്ങൾക്ക് കഥയെല്ലാം മനസ്സിലായി. ഈ സ്റ്റാൻലി ആരാന്നും വൈജയന്തി ആരാന്നും അലീനി ആരാണെന്നും ഒക്കെ മനസ്സിലായി. ഇനി കഥ കേൾക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ഈ പറയുന്ന മാമച്ചനെങ്കിൽ പട്ടാളക്കാരനല്ല, ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന പേരല്ലേ, അത് ഞാൻ എവിടെയോ കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല ഗ്രേസി, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ, എനിക്ക് എന്ത് ഐഡിയ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനും ആ പേര് കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേസി പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ആ സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തിയില്ലേ? ബാലചന്ദ്രൻ പുലിയാണ് കേട്ടോ, പുലിയല്ല, പുലി. എങ്ങനെയായിരിക്കും ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുക? അമേസിങ്, നല്ല കഴിവുള്ള മനുഷ്യനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറഞ്ഞു, അല്ല അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? നീ എങ്ങനെയെങ്കിലും ആ പേര് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? എനിക്ക് ഒരു പട്ടാളക്കാരനെ അറിയത്തുള്ളൂ. നിങ്ങളെ അല്ലാതെ എനിക്ക് വേറെ പട്ടാളക്കാരന്മാരെ ആരും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ, പക്ഷേ എനിക്കറിയാം സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് കേണൽ. ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രക്ഷയില്ല കിട്ടുന്നില്ല, എവിടെയോ ചെറിയൊരു മിന്നൽ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ബെസ്റ്റ്, എന്തോന്നാ ഇത് എന്ന്. അപ്പൊ മാമച്ചൻ വീണ്ടും ഇങ്ങനെ വീണ്ടും ആലോചിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, കിട്ടുന്നില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണ് കേട്ടോ. അലീനയാണെങ്കിൽ പട്ടികളുമായിട്ട് ഭയങ്കര ബെടാ ദോസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ബെടാ ദോസ്തുക്കൾ. അങ്ങനെ പട്ടികളുടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ അലീന തന്നെ പട്ടികളോട് പറയുകയാണ്, അതെ ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് എല്ലാ ദിവസവും എത്ര പേർക്ക് അയച്ചു കൊടുക്കാനുള്ളതാന്ന് അറിയാമോ? എടാ നീ ഇങ്ങോട്ട് നോക്കിയടാ, നിനക്ക് എന്താടാ ഇത്രക്ക് നോക്കാൻ ഇത്ര മടി എന്ന് പറഞ്ഞ് വേറൊരു വലിയൊരു പട്ടി, വലിയ സൈസ് പട്ടികളാണ് കേട്ടോ. ഇതുങ്ങളെല്ലാരെയും പിടിച്ചു വെച്ച് ഫോട്ടോ എടുക്കുന്നു, അവരോട് ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ അലീന പറഞ്ഞു, എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഇതൊന്നും ശീലമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ല, അവിടെ ഉള്ളവരെല്ലാവരും ഭയങ്കര തൊട്ടവാടികളാ. ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെന്നോട് പിണങ്ങും. അതുകൊണ്ട് ഇങ്ങ് നോക്കിക്കേ, ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ പൗലോസും അതുപോലെ ബൈജുവും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അവരാണെ വലിയ അതിശയത്തോടു കൂടിയാണ് ഇത് നോക്കി കാണുന്നത്. അപ്പൊ അലീനയാണെങ്കിൽ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇനി ഏതായാലും ഇന്ന് ഫോട്ടോ എടുക്കലില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം, ഞാൻ ഇതെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തോണ്ടൊക്കെ ഇരിക്കാം. അപ്പൊ ഇത് പൗലോസും ബൈജുവും കാണുന്നുണ്ടല്ലോ. പൗലോസും ബൈജു ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നോക്കി നിൽക്കുകയാണ്. കാരണം ആ പട്ടികളുടെ അടുത്ത് വേറെ ആരും അടുക്കണതല്ല. പട്ടികളെ പേടിച്ചിട്ട് ആ വീട്ടിലേക്ക് പോലും കയറി വരില്ല ആരും. അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയുമായിട്ട് പട്ടി അത്രയ്ക്ക് കൂട്ട്. അതിലെ കൂടെ നടക്കുന്നു അലീന, പട്ടികള് എന്താ പറയാ അലീനയുടെ കാലിൽ വന്ന് നക്കുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ ബൈജു പറഞ്ഞു, എന്നാലും എന്റെ പൗലോസേട്ട എന്തൊരു മറിമായാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടപ്പോ മുതലേ അതുങ്ങൾ ആ കൊച്ചിന്റെ പുറകെ തന്നെ ആദ്യമായിട്ട് വരുന്നവരെ അടുപ്പിക്കാത്ത ഇനങ്ങളല്ലേ? അത് സത്യ ബൈജു. ഈ പെങ്കൊച്ചിന് ഏതാണ്ട് മുൻപരിചയം ഉള്ളതുപോലെ ആണല്ലോ. ആ സൈഡിൽ കൂടെ ഒട്ടി ഒട്ടി പോകുന്നത് കണ്ടോ? പണ്ട് ഇവിടെ സിനിമ ഷൂട്ടിങ്ങിന് കിട്ടുമെന്ന് വന്ന് ചോദിച്ചവനെ കടിച്ചു കീറിയല്ലേ വിട്ടത്. ഇപ്പൊ കണ്ട ഒരുമാതിരി മണകുണാച്ചനെ പോലെ നടക്കുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോ എന്റെ പൗലോസേട്ടാ ഓടിച്ച് മരത്തിൽ കെട്ടിയവനാ. അന്ന് കേണൽ സാബു വന്നപ്പോഴാ ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, കാഞ്ഞ എനവാ ബൈജു ആ പെണ്ണ്. അപ്പോഴത്തേക്കും കുക്കറിൽ ഫിസിലടിച്ചു. അപ്പൊ നമ്മുടെ പൗലോസ്, അയ്യോ എത്രാമത്തെ ഫിസിലാന്ന് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു ഓടി. അപ്പം ബൈജു, അപ്പൊ ഇന്നും കഞ്ഞി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ആ പട്ടികളെ എല്ലാം വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ ബൈജു, എന്നാലും ഇത് എങ്ങനെയാണോ സാധിക്കുന്നത്? ആ കൊച്ചിനോട് തന്നെ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ മനസ്സിലാട്ടോ പറയും നമ്മുടെ ബൈജു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. വൈജി എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണക്ക് കൂട്ടുന്നു, കുറയ്ക്കുന്നു, കാൽക്കുലേറ്റർ എടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. തൊട്ടടുത്ത് നിന്ന് ബബിതയും കൃഷ്ണമോളും കൂടെ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാണ് കേട്ടോ. അവർ രണ്ടുപേരും ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അനിയത്തിന്റെ അടുത്തല്ലേ, അപ്പൊ അവരവരുടേതായ ഒരു ലോകത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജ ഇവര് നോക്കുകയാണ്. വൈജ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നു? ഇവര് ഫോണിൽ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നു, ചിരിക്കുന്നു, രസിക്കുന്നു, കളിക്കുന്നു. ഇതങ്ങോട്ട് വൈജയ്ക്ക് പിടിച്ചില്ല. വൈജ തുറിച്ച് കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയിട്ട് നമ്മുടെ വൈജ എണീറ്റിങ് വന്നിട്ട് എന്താ എടി വൈജെ, കൃഷ്ണേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ കുറെ നേരം ആയല്ലോ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഫോണിൽ കളിച്ചോണ്ട്.
അത് പിന്നെ ഞങ്ങളുടെ സ്റ്റഡി ടൈം ആവുന്നതല്ലേ ഉള്ളൂ. സ്റ്റഡി ടൈമോ? ആ അതെ, ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റഡി ടൈം ആയിട്ടില്ല, ആ സമയത്ത് ഞങ്ങൾ പഠിക്കാനിരുന്നോളാം. ഓ, ആ സമയത്ത് പഠിച്ചാലേ നിന്റെയൊക്കെ തലേ കയറത്തുള്ളോ? കുറച്ച് നേരത്തെ പഠിച്ചാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? പറ. എന്റെ പൊന്നമ്മ, അമ്മയുടെ പ്രശ്നം എന്താ? ചുമ്മാ വഴക്കിന് വരല്ലോ കേട്ടോ. ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാകുമ്പം ഞങ്ങൾ ഇരിക്കൂന്ന് പറഞ്ഞല്ലോ. ഇത് നിന്റെയൊക്കെ സൗകര്യത്തിന് അങ്ങ് തീരുമാനിക്കുകയാണോ? അല്ല, അമ്മയുടെ സൗകര്യത്തിന് തീരുമാനിക്കാൻ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അല്ല, അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ എന്താ ഇപ്പൊ അമ്മയ്ക്ക് പ്രശ്നം? അപ്പൊ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ, ഞങ്ങള് ഒരു 10 മിനിറ്റ് പഠിക്കാനിരിക്കും. അതാ ബബിത ചേച്ചി ഉദ്ദേശിച്ചത്. ഇവള് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിന്റെയൊക്കെ ഒരു ടൈം ടേബിൾ എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മുള്ളും മുനയും വെച്ച് സംസാരിച്ചിട്ട് നമ്മുടെ വൈജി അങ്ങോട്ട് പോയിട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ബബിത ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് വഴക്കിന് പോവല്ലോ എന്ന്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് വഴക്കിലേ തീരത്തുള്ളൂ. ഓ, അത് നീ പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ പറയുമ്പോ മാത്രം എന്തിനാ കിടന്ന് ഇങ്ങനെ തുള്ളുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലായില്ലേ ഇതുവരെ? എന്ത് എന്ത് മനസ്സിലായില്ല എന്ന്? എടി പൊട്ടിക്കളി. ബബിതേച്ചിയുടെ ഒരു കാര്യം, അമ്മയുടെ മാനസപുത്രി അല്ലായിരുന്നോ ബബിതേച്ചി? അമ്മയുടെ തനി പകർപ്പ്. ആ, ബബിതേച്ചി നന്നായത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ കാര്യം. ആ, അതുകൊണ്ട് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓ, അത് ഭയങ്കരമായ കണ്ടുപിടുത്തമാണല്ലോ. ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാ ഇപ്പോഴും. ബാക്കി ഫോട്ടോസ് ഒക്കെ നോക്കാം ബാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് വീണ്ടും ഫോട്ടോസ് ഒക്കെ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടോണ്ട് വൈജയന്തി പുറകിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെ തന്നെ നോക്കുന്നുണ്ട്. വൈജയന്തി പറഞ്ഞിട്ട് യാതൊരു കുലുക്കവും ഇല്ല, അനുസരിക്കുന്നുമില്ല. അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ ഇറങ്ങി വരും കേട്ടോ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു മക്കളോട്, എന്താണ് രണ്ടുപേരും കൂടി ഇവിടെ ഗൂഢാലോചന? ഒരു ഗൂഢാലോചന ഇല്ല. അലീന ചേച്ചി അയച്ചു തന്ന ഫോട്ടോസ് ഒക്കെ കാണുമായിരുന്നു ഞങ്ങള്. അലീന ചേച്ചി ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നോ നിങ്ങൾക്ക്? അപ്പൊ വായിച്ച് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രന് ഒരു ഇച്ചിരി ഡോസ് കൂട്ടാൻ വേണ്ടി അലീന ചേച്ചി അയച്ചു തന്ന ഫോട്ടോയാണോ? ഒന്നിങ്ങ് കാണിച്ചേ. ദേ, അവിടുത്തെ പട്ടിക്കുട്ടന്മാരുടെ കൂടെ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. ആഹാ, കൊള്ളാലോ. ഇവന്മാരുടെ കൂടെ ആയിരുന്നോ? ഇവന്മാരെ ആദ്യം ഞാനല്ലേ കണ്ടത്. നമ്മൾ ആ വീടിന്റെ മുന്നിൽ ചെല്ലുമ്പോണ്ടല്ലോ, ഇവന്മാരുടെ പെർമിഷൻ എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഞാനും ഗോവർദ്ധനും കൂടെ പോയപ്പോഴേ ഗോവർദ്ധനൻ വണ്ടിയുടെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല, പേടിയായിരുന്നു. ഡോറും ഇങ്ങനെ തുറന്നു പിടിച്ച് ഇങ്ങനെ നിപ്പായിരുന്നു. ഇവന്മാരങ്ങനെ കടിച്ച ഓടി കയറണ്ടേ. ആണോ അച്ഛൻ? ശരിയാണോ? പിന്നല്ലാതെ ശരിയാണോന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, അലീന ജോലിക്ക് പോയ വീട്ടില് പുള്ളിക്കാരന്റെ സെക്യൂരിറ്റി ഈ പട്ടികളെല്ലാം. പുള്ളിക്കാരന്റെ കണ്ണൊന്ന് അനങ്ങിയാ മതി, ഇവന്മാർക്ക് മനസ്സിലാവും, ചാടി പിടിച്ചു കളയും. എന്നിട്ടാണോ ഇന്നലെ ചെന്ന അലീന ചേച്ചി എടുത്ത് ഒട്ടി നിൽക്കുന്നത്? അവക്ക് ഈ നായ്ക്കളോടൊക്കെ പണ്ടേ മുതലേ വലിയ ഇഷ്ടല്ലേ. ഈ റേങ്കൂന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതുകൊണ്ട് അവക്ക് പേടിയില്ല. പിന്നെ ഒരു ഒരു ചെറിയ ബോണ്ട്, ഒരു സ്പെഷ്യൽ ബോണ്ട്, അത് അലീനയോട് തോന്നിയിട്ടുണ്ടായിരിക്കും. അതായിരിക്കും. എന്തായാലും കൊള്ളാം അച്ഛാ. അലീന ചേച്ചി അവിടെ ഹാപ്പി ആയിട്ടിരുന്നാ മതി. അവൾ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആകാതിരിക്കാൻ എന്താ പ്രശ്നം? നമുക്ക് വേണമെങ്കിൽ അവളെ ഒന്ന് വിളിച്ചു നോക്കാന്ന്. അവിടെ വൈജി ഇരിപ്പുണ്ടേ. വൈജ കാണാനും കൂടെയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഫോൺ എടുത്തിട്ട് നമ്മുടെ അലീനയെ ഫോൺ വിളിക്കാണ് കേട്ടോ ബാലചന്ദ്രൻ. അലീന ഫോൺ എടുത്തിട്ട് ഹലോ അച്ഛാ എന്നിങ്ങനെ വെച്ചു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല മോൾ എന്തെടുക്കുക? ഞാൻ ഇവിടെ ചുമ്മാ ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുക. അല്ല, അച്ഛൻ എപ്പോഴാ എത്തിയത്? അത് ഞാൻ കാലത്ത് എത്തിയായിരുന്നു മോളെ. അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു, അച്ഛൻ മാത്രമല്ല ഞാനും ഉണ്ട്. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, ഞാനും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടല്ലേ. അല്ല, നിങ്ങളുടെ സ്റ്റഡി ടൈം ആയില്ലേ പിള്ളേരെ? ഞാൻ പോയതോടുകൂടി ഇതൊക്കെ നിർത്തിയോ? ഞങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ പോകും. അച്ഛൻ വന്നത് കൊണ്ട് ചെറിയൊരു എക്സ്ട്രാ ടൈം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങൾ പോകുന്നു പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു, എന്നാ പിന്നെ സമയം കളയണ്ട, പോയിക്കോ പോയി മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞങ്ങൾ ബ്രേക്ക് എടുക്കുമ്പം വിളിക്കാം കേട്ടോ. ടാറ്റ ബൈ ബൈ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ കവിത പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടേ, വെക്കല്ലേ. എന്താ പറ? അതെ, ഞങ്ങളെ എപ്പോഴാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. അതൊക്കെ നമുക്ക് വരാം. അച്ഛന്റെ പെർമിഷൻ എടുക്കണം കേട്ടോ. അതിനാദ്യം പെർമിഷൻ എടുത്തൊക്കെ ഇരിക്കുക. അച്ഛന് സമ്മത അല്ലേ അച്ഛാ? അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഒന്ന് ചിരിച്ചു. അപ്പം കവിത ചോദിച്ചു, പറ അച്ഛാ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഒരു ദിവസം നമുക്ക് പോകാൻ നോക്കാം, അതിനൊക്കെ സമയമുണ്ടല്ലോ. ആദ്യം പോയി പഠിക്കാൻ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. എന്നാ പോയി പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണമോളും നമ്മുടെ ബബിതയും കൂടെ പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. അവര് പഠിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തി കൈ അങ്ങ് വീശിയിട്ട് നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് നീ അവളോടൊക്കെ പറയുന്നത് കേട്ടത്?
അവളുടെ അടുത്ത് പോകാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? അവളുടെ അടുത്ത് പോയേ പറ്റത്തുള്ളോ? അത് പിന്നെ ഞങ്ങള് പോയാലും എന്നാ പ്രശ്നം? നാണമില്ലേ നിനക്കൊന്നും? കണ്ടവൾമാര് പോയടത്തേക്ക് അളിഞ്ഞു കയറി ചെല്ലണം എന്നൊക്കെ പറയാനായിട്ട്, അതും ഇവിടുന്ന് ദുർനടപ്പ് കാരണം പറഞ്ഞു വിട്ട വേലക്കാരിയുടെ അടുത്തേക്ക്. അച്ഛന്റെ മക്കള് തന്നെ നാണോ മാനോ 7 അയലത്ത് പോയിട്ടില്ല. ദേ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു നിർത്താൻ പറഞ്ഞു കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ അലീനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വൈജ കൃഷ്ണമോളോടും അതുപോലെ ബബിതയോടും പറയാം, രണ്ടുപേരോടും ഞാൻ ഇങ്ങോട്ടേക്ക് പറയുകയാണ്, ഈ തോന്നിവാസം കാണിച്ച് ഇവിടെ നിൽക്കാന്ന് വിചാരിക്കേണ്ട, ഈ വീടിന്റെ പുറത്ത് പൊക്കോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാണോ അമ്മ ഈ വീട് വിട്ട് പുറത്ത് പോയത്? എന്നിട്ട് അമ്മ ഒരു മടിയില്ലാതെ കയറി വന്നല്ലോ എന്ന്. ഡി നീ എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വൈജ ഇങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു അവിടെ എന്താ ഒരു തർക്കം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല, പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിതേനെ കൃഷ്ണമോള് കൈ പിടിച്ചിട്ട് ചേച്ചി ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ അടുത്ത് കിടത്ത് തുള്ളുന്നത് പോലെ പിള്ളേരുടെ അടുത്ത് പോയി കിടന്ന് തുള്ളല്ലേ, നേര് നെറി നീതി ന്യായം ഒക്കെ ഉള്ള പിള്ളേരാ, വെറുതെ നാണം കിടും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാല്. ഞാനോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ കൂടുതൽ ഇങ്ങോട്ട് പറയുമൊന്നും വേണ്ട, ഞാൻ ഫോണിലാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഫോണിൽ സംസാരിക്കുക. മോളെ പറയടി, എന്നാ ഉണ്ടൊരു മോളെ വിശേഷം, അവിടുത്തെ കഥകളൊക്കെ പറയാന്. നമ്മുടെ വൈജ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വൈജ കേൾക്കണം, അതിനുവേണ്ടി തന്നെ വൈജയ്ക്ക് കാലു വന്നിട്ട് വൈജയ്ക്ക് കേൾക്കാൻ പറ്റുമോ? വൈജ നേരെ കയറി വാതിൽ അങ്ങോട്ട് അടച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ അലീന മറുവശത്ത് നിന്ന് ചോദിച്ചു, എന്താ അച്ഛാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായില്ല, നീ അവിടുത്തെ കാര്യങ്ങൾ പറ മോളെ എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് കാര്യം, ഇവിടെ വെറുതെ ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ എന്താ അച്ഛാ ഇവിടെ ഉള്ളത്? അധികം ശീലമില്ലാത്ത പരിപാടിയാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, അധികം ശീലമില്ലാത്ത പരിപാടിയൊക്കെ തന്നെയാണ് അച്ഛാ, എന്നാലും സാരമില്ല, എന്നാ പിന്നെ മോള് വെച്ചോ, ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബാലിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലിക്ക്. അപ്പൊ സ്റ്റാൻലി ഫോൺ എടുക്കുക, വേറെ ആരുമല്ല നമ്മുടെ ഔതക്കുട്ടിച്ചായനാട്ടോ വിളിക്കുന്നത്. അപ്പൊ ഫോൺ എടുത്ത ഉടനെ സ്റ്റാൻലി ചോദിച്ചു, വിവരമൊക്കെ കിട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോ വിവരമൊക്കെ കിട്ടിയടാ, നീ എന്ത് പോക്കൃത്തരവാടാ കാണിക്കുന്നത്? ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? അവിഹിതത്തിലുണ്ടായ മകളെ വിളിച്ചുകൊണ്ട് വന്ന് വേലക്കാരോടും പറഞ്ഞിട്ട് ചുമ്മാ നാറ്റിക്കുന്ന നീ നിന്റെ പല്ലിന്റെ ഇട തന്നെ കുത്തി മണപ്പിക്കുകയല്ലേ? ഇത് എൽസമ്മയും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നിന്റെ മക്കൾ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നിന്റെ അനിയന്മാരും ചേട്ടന്മാരും അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാരറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അപ്പച്ച നിർത്ത്, പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൊരു എടുത്തിയാട്ടമല്ല, ഞാൻ എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞപ്പോ എന്ത് തീരുമാനിച്ചിട്ട്? നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത്? ലേശം വെളിവില്ലാതെ പോയല്ലോ നിനക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടിച്ചായ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടാണ്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.